കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കും. പക്ഷെ ഒരു തെരുവ് വേശ്യകളെ കണക്ക് പോയി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു തെറ്റായിട്ട് പോവാനോ ഒരു കഞ്ചാവ് കച്ചവടത്തിനോ എനിക്കും പറ്റും. കുറച്ച് ലിസ്റ്റിക്ക് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാലും എനിക്കും പണം ഉണ്ടാക്കാം. പക്ഷെ ആ പണം എനിക്ക് വേണ്ട. ഇതിനകത്ത് പറഞ്ഞായിരുന്നു, പറയാൻ പലരും കാണും, അനുഭവിക്കാൻ നീ മാത്രമേ കാണത്തുള്ളൂ. അത് സത്യമാണെന്ന് മേഡം തെളിയിച്ച്. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം ക്ഷമ ചോദിക്കുന്നു. കണക്കിന് നമ്മൾ പണം ഉണ്ടാക്കിയാലും നമ്മൾ 6 അടി മണ്ണിനാണ് ഉടമ, വേറെ ഒന്നിനും ഉടമയല്ല. നമ്മൾ ഒന്നും കൊണ്ടുപോകത്തില്ല. നിങ്ങൾ ആവശ്യപ്രകാരം ഞാൻ പൊളിച്ച് എല്ലാം തന്നു. ഇനി എന്നെ ഉപദ്രവിക്കല്ലേ മേഡം. ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്കോ എന്തിനെങ്കിലും വരുമ്പോ ഈ ഒരു ഇത് മനസ്സിൽ വെച്ച് എൻ്റെ അടുത്ത് പെരുമാറുകയും ചെയ്യരുതേ മേഡം. എനിക്ക് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. പിന്നെ ഇത് ചെയ്യിപ്പിച്ചവരും ഇത് വിളിച്ച് പറഞ്ഞ് മേഡത്തിന് ഇവിടെ വരുത്തിച്ചവരോടും എനിക്ക് 1000 നന്ദിയുണ്ട്. എൻ്റെ ഊർജവും എൻ്റെ ജീവനും എൻ്റെ ശക്തിയും ബലവും 7 ഇരട്ടി കൂടി. ഇനിയും കൂടും. ഞാൻ ജീവിക്കും. എന്താണ്ട എല്ലാം പൊളിച്ച് നിങ്ങൾ ആഗ്രഹപ്രകാരം മേഡത്തിന്റെ അടുത്ത് ആരാണോ പ്രഷർ ചെയ്ത് കയറ്റി പറഞ്ഞു തന്ന് അതേ കണക്ക് മേഡം വന്ന് ഇവിടെ അവതരിപ്പിച്ച കണക്ക് ഞാൻ ഇത് പൊളിച്ച് തന്നിട്ടുണ്ട്. മേഡം ഇത് കെട്ടിയതും ഇത് ഈ കച്ചവടം തുടങ്ങിയതും എനിക്ക് കഷ്ടപ്പെട്ട് ജീവിക്കണമെന്നും പറഞ്ഞ. പക്ഷെ ഇനിയും ഞാൻ കഷ്ടപ്പെടും. കഷ്ടപ്പെട്ട് ഒരു കഞ്ചാവ് കച്ചവടത്തിനോ എനിക്കും പറ്റും. കുറച്ച് ലിസ്റ്റിക്ക് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാലും എനിക്കും പണം ഉണ്ടാക്കാം. പക്ഷെ ആ പണം എനിക്ക് വേണ്ട. എൻ്റെ വിയർപ്പ് ചോരയാക്കി ഉണ്ടാക്കുന്ന ഓരോ രൂപയ്ക്കും രുചി ഉണ്ടെന്ന് അറിയുന്നവളാ ഞാൻ. എന്നെ പോലെ ഒരുപാട് പെമ്പിള്ളാർ വിഷമിച്ചും നൂന്ന് വരാൻ പറ്റാതെ കിടക്കുന്ന ഒരുപാട് പെമ്പിള്ളാരുണ്ട്. പക്ഷെ അവര് വരണം. നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ ഇത് പൊളിച്ചു കൊടുക്കുന്ന എന്തുകൊണ്ടെന്നറിയാം? പേടിച്ചിട്ട് മാത്രമാ, പേടി കൊണ്ട് മാത്രമാ. പിന്നെ കാരണം ഈ മേഡം ഇതിനകത്ത് പറഞ്ഞായിരുന്നു, പറയാൻ പലരും കാണും, അനുഭവിക്കാൻ നീ മാത്രമേ കാണത്തുള്ളൂ. അത് സത്യമാണെന്ന് മേഡം തെളിയിച്ച്. കാരണം മേഡം പറഞ്ഞ പ്രകാരം ഇവിടെ എത്ര പേര് വന്നെന്നറിയാവോ? ലാസ്റ്റ് ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ ഞാൻ ഇവിടുന്ന് ഒതുക്കി അവിടെ വെച്ചിട്ട് വീട്ടിലോട്ട് പോയി പാത്രങ്ങളെല്ലാം കഴുകാൻ വെച്ച്. എന്നിട്ട് ഇനി അവര് വന്നിട്ട് അത് വൃത്തിയില്ലാന്ന് പറഞ്ഞ് 17,000 25,000 അടിച്ചെന്നാൽ ഞാൻ എവിടുന്നെടുത്ത് കൊടുക്കും? എൻ്റെ കയ്യിലില്ല. എനിക്ക് നിയമത്തിനോ മറ്റുള്ളവർക്കോ ഒന്നും ഒരു കാര്യവും ഇല്ല. പക്ഷേ ഇതിനെല്ലാം നീതിമാനായ തമ്പുരാൻ നീതി പോലെ നടത്തും. ഇന്ന് ലക്ഷക്കണക്കിന് നമ്മൾ പണം ഉണ്ടാക്കിയാലും നമ്മൾ 6 അടി മണ്ണിനാണ് ഉടമ. എല്ലാരും എൻ്റെ അടുത്ത് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം ക്ഷമ ചോദിക്കുന്നു. അറിയാതാണെങ്കിൽ ഇത് കെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കട വെച്ച് ഞാൻ ഒറ്റ ചായ ഒഴിച്ചോണ്ടിരിക്കുവായിരുന്നു. എനിക്ക് ഈ കടയിൽ ഇച്ചിരി ചായക്കടയിൽ ആരെങ്കിലും ചായ കുടിക്കാൻ വരുമ്പോ ഇച്ചിരി മറവ് വേണമെന്നും പറഞ്ഞ് ഞാനത് കെട്ടിവെച്ച്. അപ്പം മേയറിന് മേയറിനെ ആരോ വിളിച്ച് പരാതി പറഞ്ഞ് കട പൊളിക്കണമെന്നും പറഞ്ഞ് ഞാൻ തന്നെ അത് പൊളിച്ചു കൊടുക്കാം. മേഡം വന്ന് പറഞ്ഞ് 2 ദിവസം ആവട്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ ടാർപ്പ മേടിക്കാൻ പോലും എൻ്റെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇത് മേടിച്ചിട്ട് പൊളിച്ചു കൊടുക്കാന്നും പറഞ്ഞ് ഇരുന്നതായിരുന്നു. പക്ഷെ കാറിൽ ഇന്നലെ രാത്രി ഇവിടെ 2 പേര് വന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് ഇത് പൊളിച്ചു കൊടുത്താൽ പറ്റൂ. അത് കഴിഞ്ഞ് ഇനി ഹെൽത്ത് ഇൻസ്പെക്ടർമാര് വന്നു കഴിഞ്ഞപ്പോ എൻ്റെ കയ്യിലൊരു ഫുഡിന്റെ ലൈസൻസ് ഉണ്ടായിരുന്നു. അത് കാണിച്ചിട്ട് അത് പോരാ, കടയുടെ ലൈസൻസ് വേണം എന്നും പറഞ്ഞ് ഇതാക്കും. എനിക്ക് വളരെ വിഷമമുണ്ട്. ഞാനിത് കെട്ടിയത് സാരി മറച്ച് കെട്ടി വെച്ചത് എനിക്ക് ഈ സ്ഥലം അപകരിയാനൊന്നും അല്ല. എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ചേ പറ്റൂ. എനിക്ക് തെരുവ് വേശ്യയായിട്ടൊന്നും നടക്കാനും ഒന്നും പറ്റത്തില്ല. എനിക്ക് കഷ്ടപ്പെട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. മേഡം അതിന്റെ ഇടയ്ക്ക് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത കണക്കായെന്നും പറഞ്ഞ് എല്ലാം പറഞ്ഞതാണ്. ഈ മുളയൊക്കെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാൽ എനിക്ക് കാശ് കൊടുക്കാൻ വയ്യാത്തോണ്ട് അപ്പുറത്തെ കൊച്ചിൻ്റെ മേടിച്ചത് ഈ 2 ഇത് മാത്രം, ഇങ്ങനെയുള്ള 3 എണ്ണം മാത്രം ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത്. ഇതിപ്പം ഈ പറഞ്ഞു കൊടുത്ത ആരായാലും അവരും ചിന്തിക്കണം, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെവിടെയെങ്കിലും ഇരുന്ന് ആർക്കും ഒരു ശല്യമില്ലാതെ ജീവിക്കട്ടെന്ന് ചിന്തിക്കണം. ഇത് കെട്ടിയതിന് കൂലി എല്ലാം ഞാൻ അത്യാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ വന്നാലും ഞാൻ തളരത്തില്ല മക്കളെ, ഞാൻ തളരത്തില്ല. ഞാൻ ഈ കട നൂത്ത് വെച്ച് ഒരു കുടയെങ്കിലും മേടിച്ച്, എനിക്ക് ഇപ്പം കുട മേടിക്കാനുള്ള നിവൃത്തി, ഒരു ട്രെൻഡ് മേടിക്കാനുള്ള നിവൃത്തി ഒന്നുമില്ല. പക്ഷെ അതെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാം. ഞാൻ അല്ലെങ്കിൽ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് ഒരു കുട മേടിച്ച് ഒരാളിനെങ്കിലും ഇരുത്തി ഞാനിത് ചെയ്യും. ഞാൻ തന്നെ പൊളിച്ചു കളയാം. പക്ഷെ എൻ്റെ അവസ്ഥ ഒരു മനുഷ്യനും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്?
ഇതിൽ ഒരുപാട് അസൂയക്കാരുണ്ട്. പക്ഷെ മേഡം പറയാൻ ബാധ്യസ്ഥയാ. കാരണം ഈ കട പൊളിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് മേഡം ഇവിടെ മേഡം ഈ കാറിൽ വന്നിറങ്ങിയത്. അപ്പം ഈ വിളിച്ച് പറഞ്ഞവർക്കും ഈ കട പൊളിച്ചവർക്കും രണ്ടുപേർക്കും കൂടി നല്ല ബന്ധമുണ്ടെന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം കട പൊളിച്ചിട്ടും പോകാത്തത് കൊണ്ടാണ് തിരിച്ച് മേയറിനെ വിളിച്ച് പറയിച്ചത്. പക്ഷെ മേഡം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മള് ന്യായത്തിന് വേണ്ടി നിൽക്കണം. ഈ പരിസരത്ത് താണ്ട തൊട്ടടുത്ത് തന്നെ ഉണ്ട് കട, ലൈസൻസ് ഇല്ലാത്തത്. അപ്പൊ പറയുന്നത് എന്റെ വിഷയമല്ല അത്, ഞാനത് നോക്കണ്ട, അത് മേഡം നോക്കിക്കോളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പരാതി കൊടുക്കാനാണ് അവര് പറയുന്നത്. പക്ഷെ പരാതി കൊടുക്കുന്നത് അണ്ടർ കൗണ്ടർ വഴിയാണ് അവർ കറണ്ട് എടുത്തേക്കുന്നത്. കാരണം ഇതിനകത്ത് മേഡം ആയാലും ആരായാലും ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനമാനം നമ്മൾ എപ്പോഴും ബഹുമാനത്തോടെ നോക്കണം. അല്ലെ അത് അവിടെ ചെറിയവൻ വലിയവൻ, പണമുള്ളവൻ പണക്കാരൻ, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ്, ഇങ്ങനൊരു വ്യവസ്ഥ വെക്കരുത്. ഈ 5 പേരും കൊണ്ടുവരുന്ന പ്രശ്നം ഒരുപോലെ പരിഹരിക്കണം, അതാണ് വേണ്ടുന്നത്. അല്ലാതെ പല പല രീതിയിൽ പെരുമാറരുത്. കാരണം ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് എന്ന് എടുത്ത് പറയുന്നെന്ന് വിചാരിക്കും. ആ ഒരു വ്യക്തിയാണ് അവിടെ ഈ കോർപ്പറേഷൻ പരിധിയിൽ ഒരു വീട് കട വെച്ച് ആ കടയ്ക്ക് ലൈസൻസ് ഇല്ല, കറണ്ടില്ല. എന്നാൽ ഈ പൊളിച്ചു കളയുന്ന കണക്കല്ല ആ കട ഇരിക്കുന്നത്. നല്ല വൃത്തിക്ക് തകരം വിട്ട് പൂട്ടിയാണ് അവർ പോകുന്നത്. പക്ഷെ അതിന് ചോദ്യം ചെയ്യാൻ ഇവിടെ മനുഷ്യരില്ല. പക്ഷെ ഞാൻ ഒറ്റയാ, പക്ഷെ എനിക്ക് ദൈവമുണ്ട്. പക്ഷെ ഞാൻ തളരത്തില്ല. ഇനി പിന്നെ പല പല പ്രശ്നം. പക്ഷെ മേഡം ഒരു കാര്യം പറഞ്ഞായിരുന്നു ആ വാർത്തക്കകത്ത്, ആ വാർത്ത കാണാത്തവരൊന്നുകൂടെ എടുത്ത് നോക്കണം. മേഡം പറഞ്ഞ ഒരു വാർത്ത പറയാൻ പലരും കാണും, പക്ഷെ അനുഭവിക്കാൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന്. കറക്റ്റ് അതെനിക്ക് മനസ്സിലായി മേഡം. ഇവിടെ ഈ പലരും വരുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അനുഭവിക്കാൻ ഇവരുണ്ട്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ തളർന്നൊന്നും പോത്തില്ല, ഞാൻ ഒരു തെറ്റായ വഴിയിലും പോത്തില്ല. ഞാൻ ജീവിക്കും, അതിജീവിച്ച് തന്നെ ഞാൻ വരും. എന്നുവെച്ചാൽ എൻ്റെ മക്കളെ ഞാൻ ഇത്രയും വളർത്തിയെടുത്ത് എൻ്റെ മോളെ കെട്ടിച്ച് 10-12 പവനം കൊടുത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെ കെട്ടിച്ച് വിട്ട് ഞാൻ എൻ്റെ വിവാഹം സമൂഹമായിരുന്നു. എന്നിട്ട് പോലും അതേപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ഇത് വരരുതെന്ന് പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ജീവിക്കും, അതിജീവിച്ച് ഞാൻ എൻ്റെ ഈ കടയുടെ പേര്, ഈ കട സേഫ് ആൻഡ് സ്റ്റൈൽ ടീ ഷോപ്പ് ഈ കൊല്ലം ജില്ലയിൽ ഏതെങ്കിലും ഒരു കടയിൽ, ഈ കൊല്ലം ജില്ലയിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഹോട്ടലാക്കി ഞാൻ ഇട്ടിരിക്കും. അതെന്റെ വാശിയാ. ഞാൻ തളരത്തില്ല. ഈ കണ്ട ജനങ്ങളെല്ലാം അന്നേരം ചിന്തിക്കും, അവളെ നശിപ്പിക്കാൻ നോക്കിയിട്ടും പറ്റിയില്ലല്ലോ എന്ന്. ഞാൻ മറ്റുള്ളവർക്കൊരു പലതിലും മടിച്ചു നിൽക്കുന്നവർ മുന്നോട്ട് വരാനുള്ള ഒരു കാരണമാവണം. കാരണം നമ്മളെ തളർത്താൻ ആർക്കും പറ്റത്തില്ല. എന്തിനും പറ്റുന്നത് നമ്മൾ കഷ്ടപ്പെട്ട്. ഇത് വാടകയ്ക്ക് എടുക്കാൻ പറഞ്ഞ ഈ കസേര, എനിക്ക് വാടക കൊടുക്കാൻ പോക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഈ കസേരകൾ ഓരോന്നോരോന്നായിട്ട് ഇലിസമെന്റ് കൊടുത്ത് ഇനി ഇതിന്റെ കടങ്ങളെല്ലാം ഞാൻ തീർക്കണം. ഞാൻ എങ്ങനെ തീർക്കും? ഇതെല്ലാം എന്റെ കടം തീർക്കണം. എനിക്ക് ഇതിന്റെ കടം തീർക്കണം. ഈ മാസം 25,000 രൂപ, 50,000 രൂപയ്ക്ക് 6 രൂപ പലിശ കൊടുക്കണം. ഇതിന്റെ കടം തീർക്കണം. ഞാൻ എവിടെ നിന്നെടുത്ത് തീർക്കും? പക്ഷെ ഞാൻ കഷ്ടപ്പെടും. ഈ രാത്രി പകലാക്കി ഞാൻ കഷ്ടപ്പെടും. ഇനി അന്നും പറഞ്ഞ് ഞാൻ വേറൊരു രീതിയിലല്ല ഉദ്ദേശിച്ചത്. കാരണം ഈ ഹോട്ടൽ, ഈ കട കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെടും. ഈ ഒരു കുഞ്ഞു തട്ടുകടയിൽ നിന്ന് ഞാൻ യൂണിയൻ ബാങ്കിൽ നിന്ന് 5,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 5,000 രൂപ ലോൺ തരണം, എനിക്ക് എങ്ങനെങ്കിലും ഒക്കെ ഇത് ജീവിക്കണം. സാറ് ചോദിച്ചു 5,000 രൂപ എന്നാൽ എങ്ങനെ ചേളി കടം തീർക്കും? 50,000 രൂപയുടെ കടം. ഞാൻ പറഞ്ഞു, ഞാൻ തീർക്കും സാറേ, ഞാൻ രാത്രി പകലാക്കി എടുത്ത് ഞാൻ തീർക്കും. എനിക്ക് ജീവിച്ചേ പറ്റൂ, എനിക്ക് ജീവിക്കണം. ഞാൻ ആരെയും മുന്നിൽ തോറ്റു കൊടുക്കത്തില്ല. വാശിയും വൈരാഗ്യം ഒന്നും ഇനി വേറൊന്നിലും കാണിക്കരുത്. ഇത് ഇവിടം വെച്ച് തീർത്തോണം. ഇനി ഇതിന്റെ പേരില് മേളമായാലും ഫുഡിന്റെ ഇൻസ്പെക്ടർമാരായാലും സാറുമാരായാലും ആരായാലും ഇതിന്റെ പുറകെ വന്ന് എന്നെ ശല്യം ചെയ്യാനോ ഇനി വേറെയുള്ള കാര്യങ്ങൾ പറയാനോ ഒന്നിനും പാടില്ല. ഞാനിത് പൊളിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം. ആരാ പരാതി തന്നെന്ന് വെച്ചാൽ അവർക്ക് കൊണ്ട് കൊടുക്കുക, അവർക്ക് സമാധാനം ആവട്ടെ. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഈ കഷ്ടപ്പെടുന്നതിന് എൻ്റെ കൂടെ ദൈവമുണ്ട്. ഇനി നല്ല ഉറപ്പുണ്ട്. ഇത് എനിക്കൊരു കൂലി കൊടുത്ത ഒരാളെ കൊണ്ട് പൊളിപ്പിക്കാൻ പോലും നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കയറി നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. പക്ഷെ പെണ്ണായി പിറന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ ഇതായത്. പക്ഷെ പെണ്ണുങ്ങൾക്കും ജീവിക്കാൻ പറ്റും. എന്തുകൊണ്ട് പറ്റത്തില്ല? പറ്റും. ഞാൻ ജീവിച്ച് കാണിക്കും. ആത്മഹത്യ ചെയ്യത്തില്ല, ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത ഒരു തീരുമാനമാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനെ മനസ്സിലാക്കണം. ആദ്യം മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കണം. അല്ലെങ്കിൽ മേഡം ഫസ്റ്റ് വന്ന് പറയണമായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും വിട്ട് പറയിക്കണമായിരുന്നു. പക്ഷെ മേഡം വന്ന സമയം ഞാൻ അറിഞ്ഞ പോലും ഇല്ല. എന്നിട്ട് പറഞ്ഞ മേഡത്തിന് മനഃപൂർവ്വം ഞാൻ പോലീസിനെ കൊണ്ട് ഇത്രയും നാണം കെടുത്തി എന്നുള്ള രീതിയിലാണ്
സംസാരിക്കുന്നത്. ഞാൻ എന്താ നാണം കെടുത്തി? ഇത് കണ്ട, ഇത് വെറും ടാർപ്പ. ഇതൊക്കെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച റോപ്പുകളാ. 1 കിലോയ്ക്ക് 200 രൂപ അങ്ങനെ 150 രൂപ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് എച്ചി പാത്രം കഴിയ, എച്ചി ക്ലാസ് കഴിയ, പായസം ഇതെല്ലാം ഇത് ആരായാലും ചെയ്യിച്ചവർക്ക് ദൈവം കൂട്ടി വെക്കട്ടെ. പക്ഷെ ഇതിന് കണ്ട് കണ്ട് നെഞ്ചത്തെ കല്ലിറങ്ങുന്നവരെ ഇറങ്ങട്ട്. പക്ഷെ ഒരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നിങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ നാളെ നിങ്ങൾ ഇതിനെക്കാട്ടിയും ദയനീയ അവസ്ഥയില്. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ വന്നവർ പോലും ഇന്ന് മേൽത്തട്ടി കയറി നിപ്പുണ്ട്. പക്ഷെ ആ മേൽത്തട്ടി വന്നപ്പം അവരതെല്ലാം മറന്നു. 50 രൂപയ്ക്ക് എനിക്ക് വിശക്കുന്ന തമ്പി എണ്ണ വല്ലതും മേടിച്ച് തരണമെന്ന് പറഞ്ഞവരും ഈ ലോകത്തുണ്ട്. പക്ഷെ ഇന്ന് അവരത് ഓർക്കുന്നോ? ഇല്ല. അവര് തന്നെ വലുത്. ആയിക്കോട്ടെ, എനിക്കൊരു വിരോധവും ഇല്ല. പക്ഷെ എന്നെ തളർത്താനൊന്നും പറ്റത്തില്ല. പക്ഷെ എനിക്കിപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഇനി നല്ലതുപോലെ ഉണ്ട്. അത് ശരി തന്നെ, അത് ഞാൻ മാറ്റിയെടുക്കും. മനസ്സുള്ളവരുണ്ടെങ്കിൽ എനിക്കൊരു കുടയോ മേടിച്ച മനസ്സുണ്ടെങ്കിൽ അത് എനിക്കൊരു ഇതായിട്ട് പറയുമല്ല ഞാൻ. എനിക്ക് ആ ടാർപ്പ മേടിക്കാൻ കാശില്ലാഞ്ഞത് കൊണ്ട് ഞാൻ ഇത്ര ഇതാക്കിക്കൊണ്ടും പറഞ്ഞതാ. ഇതുണ്ട്, ഇവിടെ എല്ലാം വെള്ളവാ. ഇതെല്ലാം വെള്ളവാ. അബദ്ധങ്ങൾ വന്നിരുന്ന് ചായ കുടിക്കുമ്പോ ഈ വെള്ളം വീഴും. ഞാൻ എന്നാലും തൂത്ത് നിൽക്കും. ഇത് എന്റെ സാരികളാ, ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടതാ. എടുക്കട്ടെ, എല്ലാം ഇളക്കിത്തരാം, എല്ലാം ഇളക്കിത്തരാം. വേണ്ട, ഇതെല്ലാം ഇളക്കിത്തരാം. ഇതിനകത്തൊന്നും ഒളിപ്പിച്ച് ഒന്നും വെച്ചിട്ടില്ല. വേണ്ട, ഒരു കുട ഇരുന്ന് ആ കുടയ്ക്കകത്തായിരുന്നു ഞാൻ ഇതെല്ലാം ചെയ്തത്. എല്ലാവർക്കും സമാധാനമാവട്ടെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ ഗതി വരരുതെന്ന്. ഞാൻ ഒരു മനുഷ്യനെ ഞാൻ ദ്രോഹിക്കാറില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്നോളാ. രാവിലെ ആകുമ്പോ എണ്ണീറ്റ് വരും, വൈകുന്നേരം ആകുമ്പോ ഇറങ്ങി പോകും. അത് അറിയണമെങ്കിൽ താണ്ട ഈ അളിയന്റെ അടുത്ത് ചോദിച്ചാൽ മതി. അളിയൻ മിക്ക ദിവസവും ഇവിടെ കാണും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ കാണും. ചോദിച്ചു നോക്കാം, അന്നേരം അറിയാം ബാക്കി കാര്യങ്ങൾ. എനിക്ക് ജീവിക്കണം, കഷ്ടപ്പെട്ട് ജീവിക്കണം.